വാ, ഞാൻ റെഡിയാ. ഞാനും റെഡിയാ. തീരുമാനിച്ച സ്ഥിതിക്ക് നാളെ ആയിക്കോട്ടെ. റെഡിയാ, ഞാൻ എന്തിനും റെഡിയാ. ആണുങ്ങളിലാണായ അബ്കാരി പ്രമാണി കടയാടി രാഘവൻ, അപ്കമിംഗ് ടെറർ കടയാടി തമ്പി, ദ ക്രൂവൽ കോൾ ബ്ലഡഡ് കുന്നേൽ ഔതക്കുട്ടി, ദി ഏജിംഗ് ബട്ട് ഫിയർലെസ് ബൂസ്റ്റ് ടൈക്കൂൺ കുന്നേൽ മത്തച്ചൻ, പിന്നെ കടയാടി ബേബി. നിങ്ങളൊക്കെ കുറച്ചാളായിട്ട് ഇവിടുത്തുകാരാ. കൃഷ്ണൻകുട്ടി, ബെന്നി, BNNY, കേശു, കേശു, ഞാൻ തോമ, ആട് തോമ. ആള് മാറി പോകണ്ട, ശരിക്കും നോക്കി വെച്ചോ. ഞാനാ വേലായത്. എന്താടാ നിന്റെ പേര്? മാധവൻ. വട്ടപ്പേര് പറയടാ. മീശ മാധവൻ. നീ തങ്ങനെ അറിയോ? തങ്കൻ ഞാനാണോ? വാ, ഞാൻ റെഡിയാ. ഞാനും റെഡിയാ. തീരുമാനിച്ച സ്ഥിതിക്ക് നാളെ ആയിക്കോട്ടെ. റെഡിയാ, ഞാൻ എന്തിനും റെഡിയാ. തെറ്റ് താമസിപ്പിക്കല്ല നായരെ. വാളോ. നമ്മുടെ സ്കോട്ട്ലൻഡ് ട്രിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നമ്മുടെ മുമ്പിൽ പോകുന്ന ആഷ്ലിയാണ്. നമ്മുടെ പോളിയേട്ടറാണ്. ലണ്ടനിൽ നിന്ന് ലൂട്ടറിൽ നിന്നുള്ള പോളിയേട്ടർ അഭിഷേക്, ബോച്ചെ, ഗോപിച്ചേട്ടൻ ഫ്രം മാഞ്ചസ്റ്റർ, വി കോൾ ഹിം ബോച്ചെ. നമ്മുടെ ലിറ്റു ഫ്രം ന്യൂപോർട്ട്, സൗത്ത് വെയിൽസ്. നമുക്ക് അതിരാവിലെ എഴുന്നേറ്റ് പോകുന്നതാണ് പാവങ്ങള്. ഇത് നമുക്ക് ഒരാളെങ്ങനെ നെക്സ്റ്റ് സർവീസ് സ്റ്റേഷനിൽ കിട്ടും. Then we are meeting some more people in Glasgow. We're staying in Glasgow, then we'll continue. നമ്മുടെ ആഷ്ലി ബ്രോ, ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഗ്ലാസ്ഗോയിലാണ്. നമ്മുടെ റൈഡിങ്ങിൻ്റെ ഡേ 1 ആണ്. ഇന്നലെ വീട്ടിൽ നിന്ന് വിട്ടതാണ്. എന്നാലും ഇന്നിവിടെ ഗ്ലാസ്ഗോയിൽ ഇന്നലെ സ്റ്റേ ചെയ്തിട്ട് ഇന്ന് രാവിലെ ഗ്ലാസ്ഗോയിൽ ഞങ്ങളിപ്പോൾ 9 പേരുണ്ട്. 2 പേരുടെ ലിസ്റ്റിലുണ്ടായിരുന്നായിരുന്നു, വരാൻ പറ്റിയില്ല സാഹചര്യങ്ങൾ കാരണം. അപ്പോൾ ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. Right guys, we are going to rest and be thankful viewpoint up top in that mountain over there. That's where we are going. Yeah, it's a beautiful place. The view from there is nice. Litu, as you can see the number plate, Litu is in front of me, and then Abhishek is in front, then Sean up to Emmanuel is leading. I'm in the back. Beautiful scenery. Beautiful mountain pass, yeah. Wow. അപ്പോൾ ഇതാണ് നമ്മുടെ Rest and be thankful road. That's our Emmanuel, is a sporty man.
Part 2 again. അതുകൊണ്ട് എൻ്റെ വണ്ടിയായിട്ട് മാനുവലായി പോണതേ. Wow, I'm seeing first time somebody's riding my bike. We are going to that sandy beach. വയറ് തല്ലി
നമ്മൾ മലയകിൽ പോയിട്ട് തിരിച്ച് വൈറ്റ് സാൻഡി ബീച്ചിൽ ചാടി കുളിച്ച് തിരിച്ച് നമ്മൾ ഫോർട്ട് വില്യംസ് വന്ന് ഐലോസ്കൈയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ കണ്ടു, ഗ്ലൻഫിനാൻ വിയാഡക്റ്റ് കണ്ടു, അടിപൊളിയായിരുന്നു. വെള്ളത്തിൽ ചാടി എല്ലാവരും കുളിച്ചു, ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട്. സൂപ്പർ. ജോഫി കൂടെ വന്നായിരുന്നു. ജോഫി ജസ്റ്റ് ജോയിൻ ഫോർ 1 day. ഈസ് നോട്ട് ഫീലിംഗ് വെൽ, സോ ഈസ് ഗോയിങ് ബാക്ക്. പിന്നെ ബെൻസ് ഉണ്ട്, ബെനീഷ്, പുള്ളി എക്സ്ട്രാ കൂടിയിട്ടുണ്ട്. നമ്മൾ 10 പേരോളം ഉണ്ട് ഇപ്പോൾ. നൈസ് ബ്യൂട്ടിഫുൾ പ്ലേസ് അല്ലേ ഇത്? വെരി നൈസ് പ്ലേസ്. എല്ലാവരും ലൈനായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കൂടെ ഇവിടെയുള്ള എല്ലാവരും ഉണ്ട്. ഐ ഹോപ്പ് വി ആർ കവറിംഗ് ദം. നാളെ മഴയാണെന്നാണ് കേട്ടത്. I don't know how it's going to be. ആഹാ, look at that beauty. I'm behind. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. Yes. Look at that. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, and I am the 11th one. എന്താ അച്ചടക്കത്തോടു കൂടിയാണ് എല്ലാവരും പോണെന്ന് നോക്കിയേ. ഓ വണ്ടർഫുൾ മാൻ, വണ്ടർഫുൾ.
കനകമ്മേ ഓ കഞ്ഞിയാകുമ്പോ വിളിച്ചാ മതി. Hi guys, again we are entering to the Sky Bridge to go to Isle of Skye. Yeah, after this junction, 1 mile or something like that, then we are entering to the bridge. A lovely Isle of Skye is other side. Distance wise from the mainland, it's only a bridge. That's a bridge we are entering to. I don't know how many times I drove past this one, but each time there's something special. Come on. ഇവിടെ ആകുമ്പോൾ നമുക്ക് കൊടിയുണ്ട്, ബ്രിഡ്ജ് കാണാം, എല്ലാം കിട്ടും. അഭിഷേക് രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ ഐൽ ഓഫ് സ്കൈ ബ്രിഡ്ജിന് താഴെയാണ്. ബാക്ക് പാക്കേഴ്സ് ഹോട്ടലിലാണ് താമസിച്ചത്. ഇന്ന് നമ്മളോട് ആൻസനോട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അഭിഷേക് പോയി. ഇതാണ് നമ്മുടെ ഇന്നത്തെ സിറ്റുവേഷൻ. ഇന്ന് മഴയാന്ന് പറഞ്ഞിട്ട് ഇറ്റ്സ് എ ക്ലിയർ ഡേ. എന്നാ പറ്റിയേ? വീണോ? എന്ത് ചെയ്യണം പറഞ്ഞോ. ഞാനേ പോളിടെക്നിക് പഠിച്ചതാ. യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട. അതിനാരെതിരെ മറ്റോ ഡോണ്ട് വറി. ഞാനിതല്ല പോകുമ്പോ എനിക്കറിയാം ഇങ്ങനത്തെ കേസ് ഉണ്ടാവുമെന്ന്. റൗണ്ട് പോട്ട് നേരെ എല്ലാരും പോയി, ഞാൻ ഒറ്റയ്ക്കായി ലാസ്റ്റ്. Yeah, this is what Isle of Skye is. The weather here is totally unpredictable. ഞങ്ങൾ ഈസ്റ്ററിന് വന്നപ്പം wow, such a wonderful weather here. That waterfall over there, that's a beautiful place. But the problem is we can't stop nearby there. You have to walk. Park over that side and walk down. Oh, this is where I stayed when I came with the camper van.
Wow, there's an accident on the road. Don't know what happened. It was a nice car, believe so. അത് ദൂരെ കാണുന്നതുണ്ടോ? ഓൾഡ് മാനർ സ്റ്റോർ എന്ന് പറഞ്ഞ സാധനമാണത്. നമ്മൾ സോ മെനി ടൈംസ് അവിടെ പോയിട്ടുണ്ട്. ഇതിന് പോകുമ്പോൾ എല്ലാം പോയപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് അതിൻ്റെ വീഡിയോകൾ പറഞ്ഞതാണ്. യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. അതിന് മുകളിൽ ക്ലൈംബ് ചെയ്തിട്ടുണ്ട്. ഒബിയസ്ലി നമ്മൾ ബൈക്കിലാണ്, അത് കാരണം നമ്മൾ ബൈക്കിൽ തന്നെയാണെങ്കിലും ക്ലൈംബ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബൂട്ടും കാര്യങ്ങളും വാക്കിംഗ് ബൂട്ടൊന്നും ഇല്ലാതെ പറ്റിയല്ലോ. ഭയങ്കരമായിട്ട് മഴ പെയ്തു. അന്നേരം നമ്മൾ നിർത്തി കോട്ട് സൂട്ടും ഒക്കെ ഇട്ട് കാര്യം. പക്ഷേ മഴ കഴിഞ്ഞപ്പോൾ പോയി. സോ അൺപ്രഡിക്റ്റബിൾ വെതറാണ് ഇവിടെ. ഇതിൻ്റെ ഇടയ്ക്കുള്ളതൊന്നും നമ്മുടെ ആൾക്കാരല്ല. തൊട്ട് മുമ്പിൽ പോകുന്നത് സാബുവാണ്. ഒക്കെ പുറത്തുനിന്ന് വന്ന വണ്ടികളാണ്. ഇത് ഓൾഡ് മാനർ സ്റ്റോർ. അത് കഴിഞ്ഞ് നമ്മൾ മെറ്റഫോൾസിലോട്ട് പോകും. മെറ്റഫോൾസ് കഴിഞ്ഞ് പിന്നെ കൊറാങ് കയറി ഗ്ലെൻഫറി പോകണമെന്ന് ചോദിക്കും അവരോട്. നേരെ തിരിച്ച് പോട്ടറി. ആ തിരിച്ചിങ്ങനെ ഫോട്ടോ എടുത്തിട്ട് പോകണോ അതോ അടുത്ത സ്പോട്ട് ജസ്റ്റ് ഡൗൺ മെറ്റഫോൾസ്. കൊയറിങ്ങിലോട്ട് കയറുവാണ് നമ്മൾ. ഓക്കെ അല്ലേ? അവിടെ വരെ ഒന്ന് പോയാൽ ഫോട്ടോ എടുത്തിട്ട് വരാം. നല്ല സ്ഥലമാണ്. താഴോട്ടുള്ള ലുക്ക്, അവിടെ നിന്നുള്ള ലുക്ക് താഴോട്ടാണ് നല്ലത്. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോടെ അവസ്ഥ.
മോർണിംഗ് ഗൈസ്, ടൊറിഡോൺ യൂത്ത് ഹോസ്റ്റലിലാണ് ഇന്നലെ ഞങ്ങൾ താമസിച്ചത്. കഴിഞ്ഞ് രാവിലെ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പോക്കാണ് പോണത്. രാവിലെ സാബുവാണ് ഏറ്റവും മുമ്പിൽ. മറ്റുള്ളവരൊക്കെ മുമ്പിൽ പോയിട്ടുണ്ട്. അതിന് തൊട്ട് പുറകെ സാബുവിൻ്റെ GS ആണ്. എൻ്റെ പുറകിൽ ആഷ്ലിയുടെ GS ആണ്. ഞാനും GS ആണ്. പുറകിൽ ട്രയംഫ്, പിന്നെ വേറെ ഹോണ്ട, രമഹ, ഒരു കാവസാക്കി. താങ്ക് യു. അപ്പോൾ താങ്ക് യു വെരി മച്ച്. അവിടെ കാണാം. രസമല്ലേ ഇങ്ങനെ പോകാൻ. ഇന്നലെ വെച്ച് മഴയുണ്ടായിരുന്നു, കാരണം ഇച്ചിരെല്ലാം വെച്ച് വെറ്റായി. ഇന്നിപ്പോൾ വലിയ മഴയില്ല, പക്ഷെ കാറ്റ് കാണിക്കുന്നുണ്ട്. പക്ഷെ അവര് വെള്ളിയാഴ്ച അവർ തിരിച്ചു പോകുള്ളൂ. ഞാനിന്ന് നൈറ്റിൽ വീട്ടിലെത്താനുള്ള പരിപാടിയാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് തിരിയും. ബ്രേക്ക്ഫാസ്റ്റ് 8 മണിക്ക് ബുക്ക് ചെയ്തതാണ്. ഓൾറെഡി 9 മണിയായി. ഈ റോഡ് എപ്പോഴും നമ്മൾ നിർത്തി ഫോട്ടോ എടുക്കുന്നതാണ്. ഒത്തിരി ഫോട്ടോസ് നമ്മുടെ കയ്യിലുണ്ട്, അതുകൊണ്ടാണ് നിർത്താത്തത്. മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റിന് ലേറ്റായി. ഡോണ്ട് വറി, ഈ ഗ്രൂപ്പിൻ്റെ കൂടെ ഇല്ലെന്നേ ഉള്ളൂ. ഇങ്ങനെ ദേശത്ത് നിർത്തി ബാക്കിലോട്ട് കയറി ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നല്ല ലോങ് വ്യൂവിൽ കിട്ടും. ബട്ട് ടൈം ഈസ് ഷോർട്ട്. 1 വീക്ക് വേണം ഫുള്ള്. സ്കൈയും കൂടെ കയറുവാണെങ്കിൽ കൺസിഡർ ചെയ്യാനേ. ലിറ്റു പുറകിലായിരുന്നു, അവനോട് ജോയിൻ ചെയ്തു. ഇപ്പോൾ it was a nice few days with my friends on the bike. We had the breakfast. Now they are going up to Ullapool, Darmus that side, and I'm going to Edinburgh, straight heading to Inverness side, then go to Edinburgh. I'll take Abbeymoor that way. Take care. Bye. Bye bye. Okay. Bye. Bye bye. Bye bye. Bye bye. Love you. Bye bye. Enjoy your Ullapool.
Returning from that junction, now I am alone. അവിടുന്ന് നമ്മൾ തിരിഞ്ഞു പോയത്. അവരുള്ളപ്പോഴും പോയി, ഞാൻ ഇൻവെർണസിനും പോന്നു. അപ്പോൾ 11:30 ഇന്ന്. അവരെ പിരിഞ്ഞ് പോന്നിട്ട് നേരെ ഞാൻ ഇൻവെർണസ് കഴിഞ്ഞ് ഇപ്പം ഒരു നാഷണൽ പാർക്കാണ്, കെർണിഗൺ നാഷണൽ പാർക്ക് എന്നാണ്. എനിക്ക് അബേമോറിലോട്ട് പോകുന്ന നാഷണൽ പാർക്കാണ്. അങ്ങോട്ട് കയറി ഇനി അബേമോർ കൂടി നേരെ എഡിൻബ്രോ, അതാണ് പ്ലാന്. അപ്പോൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. നല്ല സീനറി വല്ലതും വരുവാണെങ്കിൽ റെക്കോർഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇതിനൊക്കെ പോയിട്ടുള്ള വഴികളാണ്. നല്ല സീനറികളാണ് എല്ലായിടത്തും. അങ്ങനെയല്ല, കഴിഞ്ഞ പ്രാവശ്യം ദൃഷ്ടിയിൽ വല്ലതും ഉണ്ടെങ്കിൽ. Okay guys, okay lads, okay girls, okay gents and okay boys and okay girls. റോഡ് കിടക്കുന്നുണ്ടോ? രസം നോക്കി. നമ്മളിത് ആ വഴിയാ കേട്ടോ പോകുന്നത്. ഇങ്ങനെ വളഞ്ഞു കയറി അങ്ങനെയാ പോകുന്നത് കേട്ടോ. ബ്യൂട്ടിഫുൾ റോഡ്. ഒന്നും കാണാമോന്ന് എനിക്കറിയില്ല ക്യാമറയിൽ. ഇങ്ങനെ കാണാൻ കണ്ട അവിടെ ഒരു വണ്ടി ഇറങ്ങി വരുന്നുണ്ടോ ഇവിടുന്ന് ഇങ്ങനെ. മഴ പെയ്തെന്ന് തോന്നുന്നു കേട്ടോ അവിടെ. മൊറ എത്തി നമ്മൾ. Wow, beautiful road, beautiful road. എന്താണ് ഇതിനപ്പുറത്ത്? യെസ്, നത്തിങ്. എന്തോ സ്കീ സെന്ററിലോട്ടാ. അതെ, എൻ്റെ മുകളിലാണ് സ്കീ സെന്റർ. ഓപ്പുകയോ ഏതാണ്ടെല്ലാം ഉണ്ടോ അവിടെ. സ്റ്റോപ്പ് ഫോറൊക്കെ പോസ്റ്റ് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. അഡ്വഞ്ചർ ഇന്ന് വർക്കിംഗ് ആണോ എന്നൊന്നും അറിയില്ല. നാളെ ഞാൻ മോട്ടോർ ഹോമുമായിട്ട് വന്ന് കൂടെ നിർത്തി ഫോട്ടോ ഒക്കെ എടുത്താണല്ലോ. സൂപ്പർ. നിന്നെ പറ്റി മെയിൻ്റനൻസിലാണോ? ആരും കാണുന്നില്ലല്ലോ. ഗുഡ് വൺ, ഗുഡ് വൺ. Wow, beautiful road, see? എന്നാ സീനറി ആണെന്ന് നോക്കിയേ. എന്താ സൈക്കിൾ ചവിട്ടി വരുവാണോ? സൂപ്പർ റോഡ്, സൂപ്പർ വഴി, എല്ലാം അടിപൊളിയാണ്. ഇതിലാ വന്നു കഴിഞ്ഞാൽ എവിടെ നിർത്താൻ നമുക്ക് തോന്നുന്നു. ഇതാണ് ഈ റോഡിന്റെ പ്രത്യേകത. എല്ലായിടത്തും നിർത്തി 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 പോകുന്നു. അങ്ങനെ നോക്കിയാൽ നമുക്ക് ഓടിക്കാനേ പറ്റിയത്. അവിടെ ഒരു തടി വെട്ടിയിട്ട് അങ്ങനെ ഒരു സ്ഥലം കണ്ടു. സൂപ്പർ ഒരു സീനറിയാണ്. ഇച്ചിരി ഇറക്കമായിപ്പോയി. ഞാനിങ്ങനെ ഇറങ്ങി പോരുകയും ചെയ്തു പെട്ടെന്ന്. അതുകൊണ്ടാണ് നിർത്താൻ പറ്റില്ല. അതുകൊണ്ടല്ല. ഇതുകൊണ്ടോ ഇവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോർട്ട്ലൻഡിൽ മാത്രം കാണുന്ന ടൈപ്പ് വീടുകളാണ്. അവിടെയൊക്കെ നിർത്തി നല്ല ഫോട്ടോ എടുക്കാൻ വേണമെങ്കിൽ. പക്ഷേ എന്തോരം എടുക്കും നമ്മൾ. എല്ലായിടത്തും നിർത്താൻ പറ്റിയല്ലോ. കവറല്ലോ. എനിക്കിന്ന് വീട്ടിൽ ചെല്ലണ്ടേ. അപ്പോൾ സാജൻ പോസ്റ്റ് കോഡ് ഇട്ടുണ്ട്, അതിലെ ചെല്ലണമെന്നും പറഞ്ഞ്. പിന്നെ നാട്ടിലെ നമ്മുടെ ഒരു പയ്യനുണ്ട്, അവനെ ഒന്ന് കാണണം. ജോൺസ്. എല്ലാം ഇതിനിടയ്ക്ക് നടക്കണമല്ലോ. ആ കാണുന്ന വഴിയുടെ മുകളിൽ കൂടെ നമ്മൾ പോകണം. ഓൾഡ് മിലിറ്ററി റോഡ്, ആ വഴി നമ്മൾ പോകുന്നത്.
വാവ്, അടിപൊളി. റൈറ്റ്, ഒരു നല്ല സ്റ്റോപ്പായിരുന്നു. കുറേ തടികൾ ഇവിടെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കണം. ഇച്ചിരി ഫോട്ടോ എടുക്കാൻ വേണ്ടി കയറുന്നേ ഉള്ളൂ. ഇച്ചിരി ഓഫ് റോഡിങ് കയറണം, അത്രേ ഉള്ളൂ. ജസ്റ്റ് ഇത്രയും ഒരു 50 മീറ്റർ എൻ്റെ വാട്ടർ കയറുന്നു.